നമസ്കാരം, മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ, കണ്ണൂർ, ആലപ്പുഴ, കോഴിക്കോട്, കോട്ടയം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ഈ 6 ജില്ലകളിലും സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയുമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. സൂര്യാഘാത സാധ്യത പരിഗണിച്ച് വെയിലത്ത് ജോലി ചെയ്യുന്നവരുടെ ജോലി സമയം സംസ്ഥാനത്ത് പുനഃക്രമീകരിച്ചിട്ടുണ്ട്. വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സമയം ഏപ്രിൽ 30 വരെയാണ് പുനഃക്രമീകരിച്ചത്. താപനില ഉയരുന്ന സാഹചര്യത്തിലാണ് ലേബർ കമ്മീഷണറിന്റെ ജോലി സമയം പുനഃക്രമീകരിച്ച ഉത്തരവ് വന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ ജോലി സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തി. പകൽ സമയം ജോലി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ വിശ്രമം അനുവദിക്കും. ഷിഫ്റ്റ് വ്യവസ്ഥയിലുള്ളവർക്ക് ഉച്ചയ്ക്ക് 12-ന് ഷിഫ്റ്റ് അവസാനിക്കും. വൈകിട്ട് 3-ന് ഇത് പുനരാരംഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ വയനാട് സന്ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് UDF. BJPയുടെ കർണാടക സംസ്ഥാന അധ്യക്ഷന്റേത് ഹീനമായ ഭാഷയെന്ന് ടി സിദ്ദിഖ് MLA ആരോപിച്ചു. ബേലൂർ മഗ്ന കൊലപ്പെടുത്തിയ അജീഷിന് കർണാടക ധനസഹായം നൽകിയതിനെതിരെ BJP പ്രതിഷേധിക്കുന്നത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചു. ആശ്വാസധനം നൽകുന്നതിനെ പോലും എതിർക്കുന്നതാണ് BJPയുടെ സമീപനമെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരെ എന്തെങ്കിലും പറയാമെന്ന് കരുതിയാണ് കേന്ദ്രമന്ത്രി വരുന്നതെന്നും ജനം കേന്ദ്രമന്ത്രിയെ തള്ളിപ്പറയുമെന്നും ടി സിദ്ദിഖ് കൂട്ടിച്ചേർത്തു. ഇതിനിടെ വന്യജീവികളെ പ്രതിരോധിക്കാൻ കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്താൻ മന്ത്രിക്ക് കഴിയുമോ എന്ന് IC ബാലകൃഷ്ണൻ ചോദിച്ചു. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് എന്ത് ആശ്വാസമാണ് കേന്ദ്ര സർക്കാർ നൽകുക? വന്യജീവി ആക്രമണത്തിൽ നേരത്തെയും മരണം സംഭവിച്ചിട്ടുണ്ടെന്നും ഒരു കേന്ദ്രമന്ത്രിയും ഈ വഴി കണ്ടിട്ടില്ലെന്നും IC ബാലകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റർ വിരാട് കോഹ്ലിക്കും അഭിനേത്രി അനുഷ്ക ശർമ്മയ്ക്കും ആൺകുഞ്ഞു പിറന്നു. കോഹ്ലി തന്നെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെയാണ് വിവരം അറിയിച്ചത്. അക്കായ് എന്നാണ് കുഞ്ഞിന്റെ പേരെന്നും തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും കോഹ്ലി തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പറഞ്ഞു. ദമ്പതികളുടെ ആദ്യത്തെ കുഞ്ഞ് വാമികയ്ക്ക് 3 വയസ്സാണ് പ്രായം. 2021 ജനുവരിയിലാണ് വാമിക ജനിച്ചത്. നിലവിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ നിന്ന് കുടുംബപരമായ കാര്യങ്ങളെ തുടർന്ന് കോഹ്ലി അവധിയെടുത്തിരുന്നു. ആദ്യ 2 ടെസ്റ്റുകളിൽ നിന്നും മാറി നിന്ന കോഹ്ലി പിന്നീട് പരമ്പരയിൽ നിന്ന് തന്നെ പിന്മാറി. ഈ മാസം 23-നാണ് പരമ്പരയിലെ 4ാം ടെസ്റ്റ്. പരമ്പരയിൽ ഇന്ത്യ 2-1-ന് മുന്നിലാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.